അള്ളാഹുവിനോടല്ലാതെ ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. അവരാണ് ജിന്നൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ പറയല്ല കേട്ടോ, ഔദ്യോഗിക മുജാഹിദ് വിഭാഗമായ KNMന്റെ വാദമാണ്. നമ്മൾ ആരെയും കാഫിർ മുശ്രിക്കാക്കാനൊന്നും പോകേണ്ടതില്ല. ഇരിക്കട്ടെ, ഈ ജിന്നൂരികളുടെ അതിപ്രധാന പുരോഹിതരിൽ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി സാഹിബ്. അദ്ദേഹം ഒരു സാധുവായ വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും നമ്മൾ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾ കേട്ടു നോക്കിയേ. ഈ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇദ്ദേഹത്തിൻ്റെ ഒരു മഹിതമായ സ്വഭാവം വ്യക്തമായില്ലേ? ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. എത്രമേൽ മനോഹരാണ് അല്ലേ? തനിക്കാരോടെങ്കിലും വിരോധമുണ്ടോ അവരെ നശിപ്പിക്കാൻ ഈ മഹാമനീഷി ഏതറ്റം വരെയും പോവും. അവരെക്കുറിച്ച് കുറ്റം പറയുക മാത്രമല്ല, ഇല്ലാത്തതും വിദ്വേഷവും ഒക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിവൈകാരികതയോടെ സമർത്ഥിക്കാൻ കഴിയുന്ന മഹാനായ വിദ്വേഷിയാണ് ഇദ്ദേഹം. മുമ്പൊരിക്കൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സുന്നികളോടുള്ള വിരോധം കൊണ്ടേ മദ്രസയിൽ പോകുന്ന കുഞ്ഞുമക്കളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണമെന്ന. സുബ്ഹാനല്ലാഹ്. ആ വീഡിയോ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കിതാബിയായ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ ആശയങ്ങളെക്കുറിച്ചുള്ള ഇൽമൊന്നുമില്ലാത്ത വളരെ വലിയൊരു സാധുവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ചത് ഞാൻ പറയല്ല, ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ പറയുന്നുണ്ട്. ഒരു വരി ഖുർആനികമായ ആശയം കിതാബ് നോക്കിയിട്ട് അർത്ഥം വെക്കാൻ പോലും കഴിയാത്തത്ര മഹാനാണ് ഇദ്ദേഹം അത്രേ. പിന്നെ ഇദ്ദേഹത്തിന് അറിയുന്നൊരു സംഗതിയുണ്ട്, എന്തോ വലിയ കാര്യമാണെന്ന് കരുതിയിട്ടേ ഖുർആനിൻ്റെ 36-ൻ്റെ 17, 17-ൻ്റെ 28, 28-ൻ്റെ 32, 32-ൻ്റെ 42 ഇങ്ങനെ കുറച്ച് കാണാപ്പാടം പഠിച്ചു വെച്ച സംഗതികൾ വേദിയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ, എന്നിട്ട് ആയത്തങ്ങൾ ഓതുമ്പോഴേ നമ്മുടെ താടിയിൽ വെച്ചിട്ട് കേട്ടിരിക്കണ ഒരു ഓ വാട്ട് എ മൗലവി ഈസ് ദിസ്, എന്തൊരു മൗലവിയാണ് നമ്മുടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി. ആ അല്പജ്ഞാനത്തിന് മുമ്പിൽ പെട്ടുപോകുന്ന ഒരുപാട് ജിന്നൂരി സഹോദരന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, അതും ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. എന്നാൽ ഇദ്ദേഹത്തിന് കിതാബിയായ ഖുർആനികമായ വിജ്ഞാനങ്ങളുടെ യഥാർത്ഥ സ്രോതസ് അർത്ഥം വെക്കാൻ പോലും കഴിയാത്തത്ര മഹാനാണത്രേ. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വേറൊരു അത്ഭുതകരമായ കഴിവുണ്ട്, അതാർക്കും അറിയാൻ പാടില്ല. അതായത് അദ്ദേഹം സ്വന്തമായിട്ട് ഹദീസൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന അത്രമേൽ വലിയ മഹാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാലുശ്ശേരിയെ കുറ്റം പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. സ്വന്തമായിട്ട് ഹദീസുകളൊക്കെ നിർമ്മിക്കും. ഇദ്ദേഹത്തിന് 2 പെണ്ണ് കെട്ടാൻ ഭയങ്കര കൊതിയായിരുന്നു. കെട്ടിയോള് സമ്മതിക്കണ്ടേ? പിന്നെ എന്ത് ചെയ്തു? കെട്ടിയോളെ കുറ്റം പറഞ്ഞ് 2 പെണ്ണ് കെട്ടുന്നവർക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്നുള്ളൊരു ഹദീസൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി. കള്ളത്തരം പറഞ്ഞൊന്നും ഞങ്ങൾ പറയൂല. സ്വന്തമായിട്ട് അദ്ദേഹം ഹദീസ് ഉണ്ടാക്കി എത്ര മഹാനാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇനി കള്ളനാണെന്ന് പറഞ്ഞതാരാ? അത് എതിർ ഭാഗത്തുള്ള അനസ് മൗലവിയാണ്. ആ ക്ലിപ്പും യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയൂല കേട്ടോ. ഇവിടെ ഇദ്ദേഹം ഇതുപോലെ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. കള്ളത്തരം ഞങ്ങൾ പറയില്ലേ? ഷിയാക്കളെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത്. ഷിയാക്കളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത്രമേൽ വലിയ ദ്രോഹങ്ങൾ അഹ്ലുസുന്നയോട് ചെയ്ത, ഇസ്ലാമിനോട് ചെയ്തവരാണ് ഷിയാക്കൾ. അവരുടെ ആശയം അത്രമേൽ പിഴച്ചതാണ്. അതിനേക്കാൾ വലിയ ദ്രോഹം വഹാബികൾ ചെയ്തിട്ടില്ലേ? ഇല്ലേ? സുന്നി പണ്ഡിതരെ കഴുത്തെറുത്ത് കൊന്നിട്ടില്ലേ? കഅബാലയത്തിലും പരിശുദ്ധ മദീനത്തുണ്ടായിരുന്ന നേർച്ചകൾ, ഈ രത്നങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയിട്ടില്ല. അവരുടെ കിതാബിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്ര കൊല നടത്തിയിട്ടുണ്ട് മനുഷ്യന്മാരെ, എത്ര മക്ബറകൾ പൊളിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് അള്ളാഹിനെക്കുറിച്ച് പറയുകയാണെന്നുള്ള പേരിൽ യഥാർത്ഥ റബ്ബിനെ മറച്ചു വെച്ചില്ലേ നിങ്ങൾ? സ്നേഹിക്കുന്ന റബ്ബിനെ മറച്ചു വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാത്ത, തെറി പറയുന്ന ഭീകരന്മാരായ കുറച്ച് മനുഷ്യന്മാരെ സൃഷ്ടിച്ചില്ലേ? കേവലം രോമമതമാക്കി നിങ്ങൾ ഇസ്ലാമിനെ മാറ്റിയില്ലേ? അല്ലേ? അത്ര വലിയ സേവനമൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. താടി വേണം, തലപ്പാവ് വേണം, തൊപ്പി വേണം, ഒക്കെ വേണം. പക്ഷേ ഇതിൻ്റെ മാത്രം മതമായിട്ട് ഇസ്ലാം മാറിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ഇസ്ലാമിനെ ഒതുക്കി. അന്തസത്തയിൽ നിന്നുകൊണ്ട് അള്ളാനെ അറിഞ്ഞുകൊണ്ട് താടി വെക്കുമ്പോഴാണ്, പുണ്യനബിയെ അറിഞ്ഞുകൊണ്ട് താടി വെക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക. അല്ലാതെ കേവലം ഈ കർമ്മങ്ങളിൽ കെട്ടിയിട്ട് ഉമ്മത്തിനെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? അത്ര വലിയ മഹാനുമാണ് ഇദ്ദേഹം. അതിൻ്റെ ഒരു തെളിവ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ വരും കുറേ വെട്ടുകിളികളായ പാവപ്പെട്ട സഹോദരങ്ങൾ. അവരുടെ ധാരണ ഒരു വലിയ തൗഹീദിൻ്റെ കൊമ്പത്താണെന്നാണ്. ഒന്നും അറിയില്ല, അള്ളാഹുവിനോടില്ല ഒന്ന് ചോദിക്കാവോ ആകെ പഠിച്ചിട്ടുള്ള കുറേ സംഗതികളാണത്. സാധുക്കളായ ജിന്നൂരികൾ, പാവങ്ങൾ, അവർ വന്നിരുന്ന ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പച്ചത്തെറി വിളിക്കുക, തൗഹീദിനൊക്കെ വാടാ, ഡാഷ് മോനെ, മറ്റേ മോനെ, മറിച്ച മോനെ. ഇതാണ് അവർക്കറിയുന്ന. ചിലപ്പോഴൊക്കെ സങ്കടം വരും ഇവരെക്കുറിച്ച് ഓർത്ത്. യാ റബ്ബി, നിൻ്റെ പേരിലാണല്ലോ റബ്ബി തെറി വിളിക്കുന്നത്, നിൻ്റെ പേരിലാണല്ലോ റബ്ബി ഉമ്മത്തിനെ അവർ കാഫിറാക്കുന്നത്.
ഹിദായത്ത് കൊടുക്കണേ അല്ല, കൽബൊന്ന് തുറന്നു കൊടുക്കണേ അല്ല. ഹൃദയം സീൽ വെക്കപ്പെട്ടവരായി പോയിട്ടുണ്ട് ഇവർ. അവരെങ്ങനെ ആക്കിയത് ഈ മഹാനായ ബാലുശ്ശേരിയെ പോലുള്ള ആളുകളാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് ബഹളം ഉണ്ടാക്കി നടക്കുമ്പോൾ സാധുക്കളായ ആളുകൾ പൈസയൊക്കെ കൊടുത്തപ്പോഴേ ഈ കരിങ്കൽ ക്വാറിയിൽ പണ്ട് പണിയെടുത്തിരുന്നു. ഇപ്പോൾ പണിയൊന്നുമില്ല. ഇപ്പോൾ മുസ്ലിംകളെ കാഫർ മുശ്രിക്കും ആക്കി ഇങ്ങനെ വേദി കെട്ടി നടക്കുക, വേറെ പണിക്കൊന്നും പോണില്ല. വേണ്ട, നമ്മൾ ഇൽമ് പ്രചരിപ്പിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ വിലയുള്ള ബംഗ്ലാവുകളൊക്കെ അദ്ദേഹം പണിതു എന്നാണ് കേൾക്കുന്നത്. അള്ളാഹു ആയാലും ഇരിക്കട്ടെ, അതൊക്കെ കേരളന്മാർ പറഞ്ഞുണ്ടാക്കുന്നത്, നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ലേ. അപ്പോൾ ഏതായാലും അദ്ദേഹം മഹാനായ ഒരു ഒറ്റുകാരനാണ്. ഫലസ്തീനെ കുറേ ആളുകൾ ഒറ്റ കൊടുത്തതുപോലെ അദ്ദേഹം ഇറാനെ ഒറ്റുകയാണ്. മുസ്ലിം ഉമ്മത്ത് വല്ലാതെ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇവരെതിർപക്ഷത്ത് നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റുകൊടുക്കുക എന്നുള്ളൊരു പതിവ് പണ്ടേ ഫലസ്തീനെ ഒറ്റുകൊടുത്തപ്പോൾ തുടങ്ങി. ആ ജൂതൻ്റെ സ്വഭാവമുണ്ട്. ആ പണിയാണ് ഇപ്പോൾ ഇറാൻ്റെ വിഷയത്തിൽ ഇവർ കാണിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. പ്രൗഡ് ഓഫ് യു മിസ്റ്റർ ബാലുശ്ശേരി സാഹിബ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ കേട്ടോ.